ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചട്ടിയിൽ നട്ട് കൊടുത്ത മുളക് തൈന് വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നട്ടിട്ട് ഒരു 13 ദിവസമായിട്ടോ. അപ്പോൾ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ ഇതിന് ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ഞാൻ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കരിയിലൊക്കെ ഒന്ന് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ വാരിയെടുത്തതിന് ശേഷം ചുറ്റിലെ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് വളമിട്ട് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വളം അത് പെട്ടെന്ന് വേര് വലിച്ചെടുത്തോളും. അപ്പോൾ ഒരു ചിരട്ട ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ വളം മൂടുന്ന രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടി മിക്സൊക്കെ നിറക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നിറക്കരുത്. ഇതുപോലെ ഒരു അര ഭാഗത്തോളം പൊട്ടി മിക്സ് നിറച്ചാൽ നമുക്ക് ഈ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും അതിലോട്ട് വളവും മണ്ണും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ വളവും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഉണങ്ങിയ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉണങ്ങിയ കരിയില പുതയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ലൊരു നനവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും മണ്ണിളക്കി വളം ഇട്ട് കൊടുത്തു കരിയില കൊണ്ട് പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.